ടി.കെ. ഹംസയുടെ വിമർശനത്തിനുള്ള മറുപടി എന്ന മട്ടിൽ CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരായ തന്റെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയാണ് VS അച്യുതാനന്ദൻ ഇന്ന് പരസ്യ പ്രസ്താവനയുമായി വീണ്ടും രംഗത്ത് വന്നത്. പാർട്ടി പ്രതിസന്ധിയിൽപ്പെട്ടപ്പോഴെല്ലാം പിന്നിൽ നിന്ന് കുത്തുകയാണ് VS ചെയ്തതെന്ന ഹംസയുടെ വിമർശനത്തിന് ഹംസയുടെ രാഷ്ട്രീയ ചരിത്രം പിഴുതെടുത്താണ് അച്യുതാനന്ദൻ മറുപടി നൽകിയത്. AKG അമരാവതി സമരം നടത്തിയ കാലത്ത് അദ്ദേഹത്തെ പരിഹസിച്ചയാളാണ് ഹംസയെന്ന് VS പറഞ്ഞു. DCC പ്രസിഡന്റായിരുന്ന ഹംസ പിന്നീട് CPIMലെത്തി MLAയും MP യുമായി. ഇപ്പോഴും പാർട്ടിയിലെ ആനുകൂല്യങ്ങൾ അന്വേഷിച്ചു നടക്കുകയാണ് ഹംസ. അമരാവതിയിൽ ഗോപാലൻ കൃഷിക്കാരെ അമരാവതി കാടുകളിലേക്ക് അടിച്ചിറക്കിയപ്പോൾ ഗോപാലൻ അവരെ മാനമായ നിലയിൽ അവർക്ക് അർഹമായ ഭൂമി കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ അവിടെ നിന്ന് ഇറക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരാവതിയിൽ നിരാഹാര സമരം നടത്തിയപ്പോൾ ഈ ഹംസ DCC പ്രസിഡന്റായിരുന്നു. കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്തു ഗോപാല ഗോപാല എന്ന് വിളിച്ചവനാണ് ഈ ഹംസ. DCCയിൽ നിന്ന് പയ്യെ ഈ പാർട്ടിയിലും കടന്നുകൂടി MLA ആയി, MP ആയി, മന്ത്രിയായി. ഈ പാർട്ടിയിൽ നിന്നെല്ലാം തന്നെ ആനുകൂല്യം പറ്റി. ഇപ്പോഴും ഇനി എപ്പോഴാണ് ആനുകൂല്യം കിട്ടാനെന്ന് കാത്തിരിക്കുന്നയാളാണ് ഈ മാന്യനെന്ന് നിങ്ങൾ ഓർത്തോളൂ. ഇങ്ങനെയുള്ള ആളുകളുടെ ശുംഭത്തരത്തെപ്പറ്റി എന്തു മറുപടി പറയാനെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പിണറായി വിജയനെ SA ഡാംഗയോട് ഉപമിച്ച പ്രസ്താവനയെ തുടർന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ ശാസനയ്ക്ക് വഴങ്ങി അടങ്ങിയിരുന്ന VS അച്യുതാനന്ദൻ ഇന്ന് വീണ്ടും ചരിത്രം പരതി. ഡാംഗയോട് കലഹിച്ച് പുറത്തു പോന്നവർ കെട്ടിപ്പടുത്ത പാർട്ടിയിൽ പിന്നീട് വന്നു ചേർന്നയാളാണ് ഹംസയെപ്പോലുള്ളവർ എന്ന് VS പറഞ്ഞു. ഡാംഗയുടെ ഏകാധിപത്യപരമായ നയസമീപനങ്ങളിൽ നിന്ന് പുറത്തുപോയി ഡാംഗയുടെ റിവിഷനിസ്റ്റ് നയത്തെ, അവസരവാദപരമായ നയത്തെ ചോദ്യം ചെയ്തത്. അങ്ങനെയുള്ള ഞങ്ങളെ 32 പേരെ വർഗവഞ്ചകന്മാരെന്ന് വിളിച്ച് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ആ 32 പേര് മുസഫർ അഹമ്മദും ജ്യോതിബാസുവും AK ഗോപാലനും അടക്കമുള്ള 32 പേർ രൂപവൽക്കരിച്ച പാർട്ടിയാണ്. 64 ഞങ്ങൾ കൽക്കട്ടയിൽ പാർട്ടി കോൺഗ്രസ് 7ാം കോൺഗ്രസ് കൂടിയപ്പോൾ ഈ പാർട്ടിക്കിട്ട പേരാണ് CPIM എന്ന്. കൊല്ലങ്ങൾക്ക് ശേഷം ആ പാർട്ടിയിൽ കോഴിക്കോട്ട് കൂടിയ കോൺഗ്രസിൽ 10 ലക്ഷത്തിൽ പരം ആളുകള് അണിനിരന്നു. അതിലൊരുത്തനാണ് ഈ ഹംസ. നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണത്തെക്കുറിച്ചുള്ള CPIM നിലപാടിനെയും VS ചോദ്യം ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ പരാതിയുള്ളവർ കോടതിയിൽ പോവുകയാണ് വേണ്ടതെന്ന് VS തിരുവനന്തപുരത്ത് പറഞ്ഞു. അതെല്ലാം പോലീസ് നിയമത്തിന്റെ വഴിയിൽ മര്യാദയ്ക്ക് പോകും. അതിലെന്തെങ്കിലും ലാഘവം കാണിച്ചാൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായം തടസ്സപ്പെടുന്നത് ശരിയാണോ? ആക്ഷേപമുള്ളവർ കോടതിയിൽ പോവുകയാണ്. അവരെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന തന്റെ രേഖാമൂലമുള്ള ആവശ്യം ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നതിനിടയിലാണ് VS തന്റെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.